എൻ്റെ അഭിപ്രായമൊക്കെ പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിലയിരുത്തലും കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ, അതുപോലെ എൻ്റെ ഒപ്പീനിയനെല്ലാം പാർട്ടിക്കും ജനങ്ങൾക്കും നന്മ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫൈനൽ ഡിസിഷൻ വന്നതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളോട് പറയാം. ഞാൻ ഉദ്ദേശിച്ച ആളല്ല വന്നതെങ്കിൽ പോലും ഞാൻ ആരെ പിന്തുണച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. പക്ഷെ ഇപ്പോഴത് പറയേണ്ട നേരാവില്ല. ഭരണം വന്നതിനെ കാരണം എന്താണെന്നറിയോ? അന്ന് എന്താ പറയാ, കോവിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ കോവിഡിന് ശേഷം ഒരു പ്രശ്നം വന്നില്ല. കോവിഡിന് ശേഷം കേരളം ഒരു പ്രശ്നവും ഫേസ് ചെയ്തിട്ടില്ല. അല്ല, കേന്ദ്രം പോലും ഒഴിവാക്കി വിട്ട പല കാര്യങ്ങൾക്കും പിണറായി വിജയൻ മുന്നോട്ട് നിന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും കേരളത്തിൽ നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഇതുവരെ ഒരു ഹർത്താൽ നടത്താത്ത ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങൾ നടത്തില്ല, ഹർത്താൽ നടത്തില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 കൊല്ലം ഞങ്ങൾ ഹർത്താൽ നടത്തി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഞങ്ങൾ കൈയടത്തില്ല. കേരളം ഹർത്താലിന്റെയും ബന്ദിന്റെയും അനാവശ്യമായ സമരങ്ങളുടെയും നാടാണെന്നുള്ള ചീത്തപ്പേര് കാരണമാണ് കേരളത്തിലൊരു വ്യവസായം വരാത്തത്, ഒരു ഇൻവെസ്റ്റ്മെന്റും വരാത്തത്, ഒരു FDIയും വരാത്തത്. ഈ പാവം പിള്ളേര് ജർമ്മനിക്കും കാനഡയിലേക്കും ഒക്കെ പോകുന്നത്. ഇവിടെ വ്യവസായങ്ങൾ വരണം. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ മലയാളിയായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വ്യവസായങ്ങൾ വരണം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം, നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകണം. അല്ല, ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നത്. മത്സരിക്കുന്നവരല്ല. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങാൻ. എനിക്ക് മന്ത്രിയാവണം ഒരു താല്പര്യമില്ല. ഉമ്മൻചാണ്ടി എപ്പോഴും എന്നോട് പറയാം മന്ത്രിയാവണം എന്ന് പറയും. പുള്ളിയുടെ കുഴപ്പമൊന്നുമല്ല. പക്ഷെ പുള്ളിയുടെ ഭാഗത്ത് ആദ്യം ഉണ്ടായ പല കുഴപ്പങ്ങൾ കാരണമാണ് ഞാൻ മതിയായ ചർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയാവാൻ എനിക്കൊരു താല്പര്യമില്ല. ഞാൻ 3 വർഷക്കാലം മന്ത്രി ആയില്ലല്ലോ. പക്ഷെ എന്നിട്ടും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ പരിപൂർണ പിന്തുണ. എപ്പോഴും കോൺഗ്രസ് സംഭവിക്കുന്നത് എന്താ, പാർലമെൻ്ററി പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ആ ഗവൺമെൻറ് തലവേദന ഉണ്ടാക്കാൻ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടില്ല. VM സുധീരനെ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് AK ആന്റണി, K കരുണാകരൻ്റെ സത്യപ്രതിജ്ഞാവേളയിൽ പോലും പോയില്ല. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ ഞാൻ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞാൻ മുഴുവൻ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, ഗവൺമെൻറ് നേരിട്ട പല പ്രശ്നങ്ങൾ, അതിനൊക്കെ ഞാൻ ഗവൺമെൻറ്റിനോടൊപ്പം, കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്, അവരോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ അതിനോടൊപ്പം ഉറച്ചു പോകും. നിങ്ങളുടെ ആവശ്യമില്ല സഹാക്കളാക്കിയതല്ലോ, എനിക്കറിയാമല്ലോ. അയാൾക്ക് എന്താ അർഹത ഇതിനെപ്പറ്റി പറയാം? അയാൾ ആരാ? ഭുവനേശ്വരൻ്റെ പ്രഹസനമാണല്ലേ, മനസ്സിലായല്ലോ. ഭുവനേശ്വരൻ്റെ ഒരു പ്രഹസനമാണ് എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭുവനേശ്വരൻ്റെ വാക്കിൽ അനാവശ്യം പറയാമോ? ഒരു എക്സാക്ഷൻ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നവരെ പറ്റി അനാവശ്യം പറഞ്ഞാൽ അത് ആരെ പറ്റിയാണ് പറയുന്നത്? ഇവർക്ക് വല്ല അർഹതയുണ്ടോ? ഭുവനേശ്വരൻ്റെ പേരിൽ എത്ര ഓട്ടം അവർക്ക് പോയത്? മിനുവിൻ്റെ കാര്യമൊന്നും പറയണ്ട. സമ്മേളനത്തിൽ പ്രശ്നം ഉണ്ടാക്കി, കലാപം ഉണ്ടാക്കി, എങ്ങനെ സെക്രട്ടറി ആയതാണ്. അത് ഭൂരിപക്ഷമൊന്നുമല്ല കമ്മി, ചുമ്മാ അത് വഴക്കുണ്ടാക്കിയാണ്. ഇടപെടി കൂടുതലൊന്നും പറയാനില്ല. ഭുവനേശ്വരൻ്റെ എക്സാക്ഷൻ ഉണ്ടോ ഞങ്ങളുടെ വകയാണ്, അയാളുടെ വകയല്ല. പാർട്ടിയുടെ സ്ഥലമല്ല അത്, അറിഞ്ഞിരിക്കുക. അവന് വരില്ല. അത് പാർട്ടിയുടെ സ്ഥലമല്ല, പാർട്ടിയുടെ പേരിലാണ്. ഡോക്യുമെന്റ് കാണിക്കാൻ പറ. അത് കശുവണ്ടി തൊഴിലാളി യൂണിയന്റെയാണ്, തൊഴിലാളി സംഘടനയാണ്. അവരൊക്കെ മരിച്ചു. ഭുവനേശ്വരന്റെ പേരിൽ നടത്ത ഈ കളിയുണ്ടല്ലോ, മാവേലിക്കെതിരെ പാർട്ടിയുടെ ബാക്കി അവശേഷിക്കുന്നതും കൂടെ പൊളിയും. ഇപ്പം തന്നെ 35,000 വോട്ട് 15,000 വോട്ടുമായി ഭൂരിപക്ഷം. ഈ ബിനുവിനെ പോലുള്ളവർ കാരണമാണ് ഈ വോട്ട് പോകുന്നത്. അവൻ്റെ നാട്ടിൽ അവൻ അംഗീകാരമുണ്ടോ? ഇല്ല. അയാൾക്ക് വല്ല കാര്യമുണ്ടോ ഇത് പ്രതികരിച്ചിട്ട്? രക്തസാക്ഷിയുടെ മണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വന്ന് പുഷ്പാർച്ചന നടത്തി. അത് ആരെങ്കിലും കമൻറ്റ് ചെയ്യുമോ? പറ. പാർട്ടിയുടെ വകയാണോ? അല്ലാതെ പാർട്ടിയുടെ സ്ഥലമല്ല. ഈ രക്തസാക്ഷി മണ്ഡപം അവിടെ എങ്ങനെ ഉണ്ടായി എന്ന് ഇവനറിയോ? അറിയില്ലല്ലോ. ഭുവനേശ്വരൻ രക്തസാക്ഷിയായപ്പോൾ അടക്കണേ ഞങ്ങളുടെ വീട്ടിലാണ് അല്ലേ?
ഞങ്ങളുടെ വീട്ടിലാണ് നടക്കേണ്ടത്. അപ്പോൾ വീട്ടിലടക്കാനാണ് വീട്ടുകാരുടെ എല്ലാം തീരുമാനം. അപ്പോൾ അന്ന് MLA ആയിരുന്ന വളരെ മുതിർന്ന നേതാവ് എൻ്റെ എസ്കോ എന്ന കുടുംബത്തിൽ അന്തരിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് കശുവണ്ടി തൊഴിലാളിയുടെ സ്ഥലമുണ്ട് കരിമുളക്കിൽ, നമുക്ക് അവിടെ അടക്കാം. ഞാൻ സമ്മതിച്ചോട് വീട്ടുകാരെ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുത്താണ്. മനസ്സിലായോ? ഞങ്ങൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ അടക്കാൻ പറ്റും. അപ്പോൾ ഇവൻ്റെ കുടുംബം, ഇവൻ്റെ അനിയനല്ലല്ലോ, ഇവൻ്റെ കുടുംബത്തിലെ ആരും അല്ലല്ലോ. അപ്പം അങ്ങനെ പറയുന്നവനെ ആ സെക്രട്ടറി സ്ഥാനത്ത് നീക്കം ചെയ്തില്ലെങ്കിൽ ചാരുമൂട് പാർട്ടി നശിക്കും. അവനറിയില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയാം. വെറുതെ നിങ്ങളുടെ മുതലെടുക്കാൻ പറയല്ലേ. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ അത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈവച്ചാൽ മതി. ഇതൊക്കെ കൈവച്ചാൽ മതി. അല്ല, ഇതല്ല ഈ സാധനം ഉള്ളതുകൊണ്ടേ അധികം പണയണ്ട. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത് അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. കാലിയായ ഖജനാവ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്ന് സ്ഥിരമായി UDF പറഞ്ഞിരുന്നത് എന്താ? കാലിയാണ് ഖജനാവ്, കടം മേടിച്ച് മുടിയുകയാണ്, വഴി വെച്ച് തീർന്നു പോകും ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ശമ്പളം മുടങ്ങും. ധാരാളം സർക്കാർ ജീവനക്കാരും യൂണിയൻകാരും ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്, മന്ത്രി എന്ന നിലയിൽ, ശമ്പളം കിട്ടുമോ, ശമ്പളം നിന്നു പോയില്ലേ? വാസ്തവത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്ന തരത്തിലേക്കായിരുന്നു. അതിനൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ തോതിലുള്ള ഉപരോധം. ആ ഉപരോധം എല്ലാം ഉള്ളപ്പോൾ തന്നെ ഏറ്റവും നന്നായി കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, 1,15,000 കോടി വർഷം ചെലവാക്കിക്കൊണ്ടിരുന്നിടത്തുനിന്ന് 1,70,000 കോടിയിലധികം വർഷം ചെലവാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. അടുത്ത വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു വർഷം കിട്ടിക്കൊണ്ടിരുന്ന ശരാശരി കേന്ദ്ര വിഹിതത്തിൽ നിന്നും 10,000 കോടി അധികം കിട്ടും. എന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷന് മുമ്പിൽ കൃത്യമായി കേരളം എല്ലാ കാര്യവും അവതരിപ്പിച്ചതുകൊണ്ട് നേരത്തെ 1.92% ആയിരുന്നു ഡിവിസീവ് പൂളിൽ നിന്ന് കിട്ടിയതെങ്കിൽ അതിപ്പോൾ 2.38 ആയിട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ വർഷം പഴയ പെർസെൻറ്റേജ് ആണെങ്കിൽ കിട്ടുമായിരുന്നത് 28,000 കോടിയാണ്, 27,000 കോടിയാണെങ്കിൽ ഇപ്പോൾ അത് 37,000 കോടിയോളം കിട്ടും. അപ്പോൾ 10,000 കോടി നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിച്ചിട്ട് ആ തരത്തിലേക്ക് അടിസ്ഥാനം വർദ്ധിപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ 5 വർഷം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ 5 വർഷക്കാലം ധനകാര്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച് എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയാം, ഞങ്ങളുടെ ഈ പറഞ്ഞ റിബീസീവ് പൂളിലുള്ള വരുമാനം വർദ്ധിച്ചു. ഹരിയാനയ്ക്കും കേരളത്തിനുമാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. പിന്നീട് മാർച്ച് 31 ട്രഷറി മൈനസിലല്ല, 14,000 കോടി പോസിറ്റീവായിട്ടാണ് പിരിഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും ലോൺ എടുക്കുകയും തിരിച്ചടക്കുകയും വരുമാനം വരികയും ചെലവാകുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ കാഷിന്റെ സ്ഥിതി എന്താ? ലിക്വിഡിറ്റി എന്ന് പറയുമല്ലോ, ലിക്വിഡിറ്റി ക്രൈസിസ് ഇല്ല. ആക്ച്വൽ വരുമാനം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാളും ഒരു 25,000 കോടി രൂപയിലധികം, 25,000-30,000 കോടി രൂപയെങ്കിലും അധികം ഈ വർഷം. 25,000 കോടി കുറയില്ല, അധികം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ആകെ ഉണ്ടായിരുന്നതിനേക്കാളും 10-25,000 കോടി രൂപ അധികം ഈ വർഷം വരുമാനം വരും. അങ്ങനെ കൃത്യമായി ഓരോ മേഖലയിലും വലിയ തോതിലുള്ള സാമ്പത്തിക അടിത്തറ മെച്ചപ്പെടുത്തി. കടപരിധിയിൽ നമുക്ക് വലിയ വെട്ടിക്കുറവ് വരുത്തി, എങ്കിലും നമുക്കൊരു കാര്യവും തടസ്സപ്പെട്ടില്ല. നമുക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, സാധാരണ കഴിഞ്ഞ 25 വർഷക്കാലത്തെ 30 വർഷക്കാലത്തെ കണക്കെടുത്താൽ ഓരോ 5 വർഷം കഴിയുമ്പോഴും ആകെയുള്ള ബോറോയിങ് 90%-ഓ 100% വർദ്ധിക്കുന്നതാണ് കേരളത്തിന്റെ പഴയ കണക്കുകൾ. പക്ഷേ ഇപ്പോൾ 65%-നപ്പുറം പോയില്ല. 6 ലക്ഷം കോടി രൂപ ആകെ കടമെടുക്കും എന്ന് പ്രതീക്ഷിച്ചിടത്ത് 4,80,000 കോടിയേ എടുത്തുള്ളൂ. അപ്പം 1,4 ലക്ഷം കോടി രൂപ കടമെടുക്കുന്നത് കുറഞ്ഞു. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും പേരിൽ അവർ വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തി. ഇപ്പോൾ ഒരു വർഷം ശരാശരി 10,000 കോടി രൂപ കിഫ്ബിയുടെ പേരിൽ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് സൈസിൽ നിന്ന് പോവാണ്. എന്നിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ പറ്റിയില്ല. ആകെ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഈ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആകെ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് നിൽക്കുന്നത് കുറച്ച് DAയുടെ കുടിശ്ശികയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന സമയത്ത് സെക്രട്ടറി അല്ല അപകടം. ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആര്? ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ സന്നദ്ധമാകുന്നില്ല എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് സെക്രട്ടറി മാറിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, ആണോ? അല്ലല്ലോ. ഫ്ലെക്സ് വെക്കുന്നതുകൊണ്ടാണോ തീരുമാനം ഉണ്ടാകുന്നത്? അതൊക്കെ ആദ്യം അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതൊന്നും കൊണ്ട് വലിയ കാര്യമില്ല. ഫ്ലെക്സ് വെക്കാനും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ വിഷയം.
രക്തസാക്ഷികളുടെ ഗ്രാമങ്ങൾ, കയ്യൂരും കരിവള്ളൂരും ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ, അവിടെ പാർട്ടിക്ക് അടിപതറി എന്ന് പറയുന്നത് പാർട്ടിക്കാർ മുഴുവൻ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു എന്നാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. അരിവാളും മുട്ടിയുമല്ലാതെ മറ്റൊരു ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ അതാണ്. അങ്ങനത്തെ ആളുകൾ കൈപ്പത്തിക്കും കോണിക്കും വോട്ട് ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അത്രയേറെ പാർട്ടി വിരുദ്ധത, ഈ ഭരണവിരുദ്ധത, ഈ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള വികാരം വളരെ കൃത്യമായി അണികളിലുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലേക്ക് വോട്ടിംഗ് വന്നത്.